അത്ഭുതങ്ങൾ ഏത് നിമിഷവും ഉണ്ടാവാം. നമ്മുടെ കയ്യിൽ അത്ഭുതത്തിനുള്ള മാതൃകശക്തി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മതി. ഹായ്, അപ്പൊ ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡേ 16 എത്തി നിൽക്കുകയാണ്. ഡേ 16 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യത്തിൽ മാന്ത്രികതയും അത്ഭുതങ്ങളും. ഓൾറെഡി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ ഒരു ഡേയിൽ നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ എല്ലാ അവയവങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് കൃതജ്ഞതാപരതരായിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ആരോഗ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന പലതും നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ പുറകെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ളവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. നമുക്ക് ആരോഗ്യത്തോട് വേണ്ടത്ര നന്ദി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് പലതും വന്നു ഭവിക്കുന്നത് ആരോഗ്യത്തിൽ എന്നാണ് പറയുന്നത്. സോ നമുക്ക് ആരോഗ്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് മെച്ചപ്പെടുത്താം? നമ്മുടെ ആരോഗ്യം എല്ലാത്തിനുപരി നമുക്ക് എല്ലാവർക്കും വേണ്ടത് പൂർണ്ണ ആരോഗ്യവാനായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണ ആരോഗ്യവാനായിരിക്കാൻ നമ്മൾ ചിലപ്പോൾ പലതും കഴിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ആർക്കും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഉള്ളത് ചിലപ്പം നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തിനോട് നന്ദി ഇല്ലാതിരിക്കുമ്പം പല കാര്യങ്ങളും നമ്മൾ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. പലതരം അസുഖങ്ങൾ, ഇപ്പം നമ്മൾ എന്ത് തരം അസുഖത്തിൽ പെട്ടിരിക്കുകയാണെങ്കിലും അത് വിഷമിക്കണ്ട. അത് ഓർത്ത് 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 ചില ആളുകളുണ്ട്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഒരു കാലം വരെ, ഇതൊക്കെ അറിയുന്നതിന് മുമ്പ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും, എനിക്ക് കാലിലൊക്കെ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ പോലെ ഇടയിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വേഗം ആ ഫോട്ടോ എടുത്ത് ഒന്ന് ChatGPT-യിലൊക്കെ ഇട്ട് കൊടുത്തു നോക്കി എന്താണ് എന്നുള്ളത്. അവരതിന്റെ ഭീകരമായിട്ടുള്ള വേർഷൻസ് ഒക്കെ തന്നു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് ടെൻഷനായി. എന്നിട്ട് വീണ്ടും 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 ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പം അതുമായി റിലേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഭവം ഒരു നിസാര കാര്യമാണ്. അത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി. എല്ലാത്തിനെ കുറിച്ച് നോളേജ് ഉണ്ടാവണം, പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അസുഖം വന്നു, ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് തന്നെ ഇരിക്കട്ടെ, ആ അസുഖത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ആ രോഗം പൂർണ്ണമായിട്ട് മാറുമോ? നമ്മളത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തോട് തന്നെയാണ്. ഇതിനകത്ത് 3 സാഹചര്യമാണ് പറയണത്. ആദ്യം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് വർത്തമാനകാലം. നമ്മളിനി ഒന്ന് ഭൂതകാലത്തിലേക്ക് പോയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. ആദ്യം ചെയ്യേണ്ട നമ്മളൊരു കാര്യമാണ്. നമ്മൾ ഓർക്കുക, പണ്ടൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു ഹെൽത്ത്. കുഞ്ഞു കുട്ടികളായിരിക്കും ഭയങ്കര സ്മാർട്ടായിട്ട് നമ്മളെല്ലാം ആക്റ്റീവായി ചെയ്യും അല്ലേ. നമ്മുടെ ഭൂതകാലത്തിലുള്ള എല്ലാ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും നന്ദി പറയാം. എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. കൂടുതൽ 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 ആലോചിച്ചും കുഴപ്പിക്കരുത്. നന്ദി പറയാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെ പറയാം. ഭൂതകാലത്തിൽ നമുക്ക് ലഭിച്ച ആരോഗ്യത്തിനും രോഗശാന്തിക്കും എല്ലാം നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർത്തമാന കാലത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഹെൽത്തി അല്ലേ? ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പെട്ടാലും ഇറ്റ്സ് ഓക്കെ, അത് ഓർത്തിരിക്കണ്ട. അത്ഭുതങ്ങൾ ഏത് നിമിഷവും ഉണ്ടാവാം. നമ്മുടെ കയ്യിൽ അത്ഭുതത്തിനുള്ള മാതൃകശക്തി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ മതി. നമ്മളത് മൈൻഡിനോട് പറഞ്ഞ് ഉള്ള അവയവങ്ങൾക്കും എല്ലാത്തിനും, നമ്മളൊക്കെ എല്ലാം പ്രവർത്തിക്കുന്നതിനും ഇനി പ്രവർത്തിക്കാത്തതിനും, ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും, അത് മാറും. എല്ലാം മാറിയതിന് എന്നോർത്തിട്ട് നമുക്കറിയാം. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ എല്ലാ സീക്രട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല. സോ നന്ദി പറയാം. ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിനും നന്ദി പറയാം. ഇനി എന്തെങ്കിലും അസുഖങ്ങളായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയി വരുന്നുണ്ടല്ലോ, അതിന് നന്ദി പറയാം. നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട്, അതിന് നന്ദി പറയാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാം. എല്ലാറ്റിനും ഉപരി ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന ആരോഗ്യത്തിന്റെ കാര്യം, അതാണ് ഇനി അടുത്തുള്ളത്. നമ്മൾ എന്തും നമ്മൾ കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പം നമുക്കിപ്പോൾ ഉള്ളതിനും നമുക്ക് നേരത്തെ അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയണം. എന്നാൽ മാത്രമാണ് മാന്ത്രിക ശക്തി കൂടുള്ളൂ. ഇനി ഫ്യൂച്ചറിലെ കാര്യം എടുക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കാനല്ലേ. എല്ലാ കാലത്തും നമുക്ക് സ്ട്രോങ് ആയിരിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. സോ നമുക്ക് എന്തൊക്കെ അവയവങ്ങളാണോ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഓരോന്നും ആലോചിക്കുക മനസ്സിൽ. എന്നിട്ട് അതിൻ്റെ ഓരോ പ്രവർത്തന രീതികളും ഭയങ്കര സ്മാർട്ടായിട്ട് ഇങ്ങനെ അത് പ്രവർത്തിക്കുന്നതും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അതൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നതൊക്കെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. ഓരോന്നിൻ്റെയും പ്രവർത്തനം. കണ്ണ് എനിക്ക് ഏത് പ്രായത്തിലും നല്ല കാഴ്ചശക്തി ഉണ്ടാവും. പ്രായം കൂടുന്തോറും കാഴ്ചശക്തി കുറയും, കേൾവി ശക്തി കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. നമുക്കതൊന്നും നമ്മൾ ബോധേഡല്ല. നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡിന്റെ ശക്തി. സോ നമുക്ക് പ്രായം കൂടിയാലും നമ്മൾ ചുറുചുറുക്കോടുകൂടെ തന്നെ നടക്കും. നമുക്ക് കാഴ്ചശക്തിക്ക് ഒരു മാറ്റമില്ല.
നമ്മൾ ഇപ്പം എങ്ങനെ കാണുന്നത് അതുപോലെ പ്രായം കൂടുന്തോറും കാണും. കേൾവിശക്തി അതുപോലെ ഉണ്ടാവും. എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മൾ ശരീര ഭാഗങ്ങളിൽ ഏതൊക്കെ അവയവങ്ങൾക്കാണോ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അതിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണോ എന്നുള്ളത് ഒരു മിനിറ്റ് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ട് അതൊന്ന് ഇമാജിൻ ചെയ്യാം. ഒരുപാട് പ്രായം കഴിയുമ്പോൾ ഞാൻ സ്മാർട്ടായിട്ട് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യും. പ്രായം കൂടുമ്പോൾ നമ്മൾ ആലോചിക്കും വടികുത്തി ഇങ്ങനെ നടക്കുന്നൊന്നും വേണ്ട, അതൊക്കെ കഴിഞ്ഞു, അതൊന്നും ഇല്ല, ഇനി വടികുത്തി നടക്കലൊന്നുമില്ല. അങ്ങനെയുള്ള തോട്ടം ചുറ്റുമുള്ളതൊക്കെ ഒന്ന് മായ്ക്കാം. അങ്ങനെ ഇല്ലാത്തവരില്ലേ, എത്ര പേരാണ് സ്മാർട്ടായിട്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ശരിക്കും കണ്ണു തുറന്ന് നോക്കാം. ഏജ് ആയിട്ടും എത്ര ആക്ടേഴ്സ് ഒക്കെയാണ് ചുറുചുറുക്കോടെ നടക്കുന്നത്, അവരെയൊക്കെ ഒന്ന് ഓർക്കുക. അതുപോലെ ആയിരിക്കും നമ്മൾ. കണ്ണിനും കേൾവിക്കും ആരോഗ്യത്തിനും ശരീരത്തിൽ ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ്. ഇതായിരിക്കണം നമ്മുടെ ഭാവി നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇമാജിൻ ചെയ്തെടുത്തുകൊണ്ടേയിരിക്കാം. കറക്റ്റ് വിഷ്വലൈസ് ചെയ്യണേ, കറക്റ്റ് അത് ഫീൽ ചെയ്യണം. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് കിട്ടണില്ലേ? സോ അത് ഫീൽ ചെയ്തിട്ട് എല്ലാം ഒന്ന് ഇമാജിൻ ചെയ്യാം. ഈ ഒരു ആരോഗ്യ പരിശീലനത്തിൽ നമുക്ക് മാന്ത്രികതയുടെ ആവശ്യം എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇന്നത്തോടെ നിർത്താതെ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ അത് യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും നമ്മളിൽ തന്നെ ഉണ്ട്. ശരിക്കും എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സ് ഒക്കെ പറയില്ല, അയ്യോ ദൈവാനുഗ്രഹം കൊണ്ട് എന്നുള്ളത്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ തന്നെയുണ്ട്. നമ്മളത് വേണ്ട പോലെ യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് ശരിക്കുള്ള വൈദ്യന്മാർ. പക്ഷെ ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഈ ഒരു മാനസികാവസ്ഥ ആവണമെന്നില്ല. ആ മാനസികാവസ്ഥ നമ്മൾ വരുത്തിക്കണം. കാരണം നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാജിക് ഏതൊക്കെ തരത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത്. സോ നമ്മൾ എല്ലാം അറിഞ്ഞിട്ടുള്ളവര് നമ്മൾ അതെല്ലാം റീക്രിയേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ അത്രയും സ്ട്രോങ് ആക്കണം മൈൻഡ്. എന്തൊക്കെ വന്നാലും സ്ട്രോങ് ആക്കണം. പണ്ടത്തെ അമ്മമ്മമാരൊക്കെ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നിന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ടൊന്ന് കണ്ണടയ്ക്കാം, പ്രായമേ ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഒരു പ്രായം ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ ഈ പ്രായത്തിലൊന്നും ഇത് വേണ്ട. അപ്പോൾ വയസ്സ് കൂടി വരുമ്പോഴാണ് ഇതൊക്കെ ഉള്ള രീതികളിലുള്ള സംസാരം. നമ്മൾ പല സാധനങ്ങളും നമ്മൾ തന്നെ വിളിച്ചു വരുത്താണ്. എൻ്റെ അമ്മ എപ്പോഴും പറയും കാലുവേദന മുട്ടുവേദന എന്നുള്ളത്. ആരോഗ്യത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഞാൻ വായിച്ചതിന് ശേഷം ആദ്യം ചേഞ്ച് ആക്കിയത് എൻ്റെ അമ്മയുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ പറയും ആരോഗ്യകരമല്ലാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയണ്ട. ഓക്കെ, ഒരു പ്രാവശ്യം പറഞ്ഞു മനസ്സിലായി. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ അത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയാൻ കാരണം അവരൊന്നും ഈ ബുക്കിലൊന്നും ഇങ്ങനെ വായിക്കില്ല. ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാലായി. നമ്മൾ ആദ്യം മാറ്റുക നമ്മുടെ ചുറ്റുമുള്ളവരെ തന്നെയാണ്, അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ തന്നെയാണ്. കാരണം അവർ ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് തന്നെയല്ലേ നമ്മുടെ ആഗ്രഹം. സോ ഞാൻ ആദ്യം പറഞ്ഞു തിരുത്തിയത് അമ്മയുടെ അടുത്താണ്. കാരണം അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടല്ല, വേദന ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞിരിക്കാതെ അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഒക്കെയാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് എത്തണം. പെട്ടെന്ന് ഒരു കാര്യം ചേഞ്ച് പോസിബിൾ അല്ലെങ്കിലും നമ്മൾ മാറ്റി വരിക. അപ്പൊ ഡേ 16 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡേ 1 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, അതായത് 10 ഗ്രാറ്റിറ്റ്യൂഡും 10 റീസണും എഴുതാം. 10 എഴുതിയതിനു ശേഷം ഓരോ ഗ്രാറ്റിറ്റ്യൂഡും ഓരോ റീസണും ഉച്ചത്തിലോ മനസ്സിലോ ആയിട്ട് വായിച്ചിട്ട് താങ്ക് യു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ലോകത്തിലെ വലിയ നെറുകയിലാണെന്ന് തോന്നുന്ന 3 വ്യത്യസ്തമായിട്ടുള്ള മുഹൂർത്തങ്ങളൊന്ന് ഓർത്തെടുക്കുക. എന്നിട്ട് അതിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 5 പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് ഓർത്തെടുക്കാം. എന്നിട്ട് ഓരോന്നിനായിട്ടും നന്ദി എന്ന് പറയാം. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ മാന്ത്രികക്കല്ലിന്റെ പ്രാക്ടീസ്. മാന്ത്രികക്കല്ല് എടുക്കുന്നു. അന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ കൃതജ്ഞതയുള്ള കാര്യങ്ങളും ഓർത്തെടുക്കുന്നു. നന്ദി എന്ന് പറഞ്ഞ് സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ഡേ 16 പ്രാക്ടീസ്. എല്ലാവർക്കും സുഖകരമായിട്ടുള്ള ആരോഗ്യമൊക്കെ ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പൊ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഡേ 17 പ്രാക്ടീസായിട്ട് ഉടൻ തന്നെ കാണാം. അടുത്ത ദിവസം തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.